അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയാണ് അതിൻ്റെ സംയോജനം മുഴുവൻ നിർവഹിച്ചത്. കാരണം ദേവതായാനത്തിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ പിതൃയാനത്തിലൂടെ വേണം കടക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഇടമായിട്ടുള്ള ശബരിമല ഒരു വിഷയമായി വന്നിരിക്കുകയാണ്. അധികാര രാഷ്ട്രീയത്തിൻ്റെ ശക്തികളും കൈയടക്കാനും ഇടപെടാനും സ്വാധീനിക്കാനും ഒക്കെ ശ്രമിക്കും. ഈ മാഘത്തിന്റെ തിരിച്ചുവരവില് ഇത്രയും വർഷം എന്താ പറയാ മുടങ്ങിക്കിടന്നൊരു ആചാരമാണ്. ഈ സാധാരണ അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലും ഈ കുടുംബക്ഷേത്രങ്ങളിലായാലും പ്രായശ്ചിത്ത കർമ്മങ്ങളിലേക്ക് പോകും. കാരണം ഇത്രയും പതിറ്റാണ്ടുകളോളം മുടങ്ങിക്കിടക്കുന്ന ഈ ആചാരത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാഘത്തില് ചെയ്തിട്ടുണ്ടോ? ഇനി അതുമായി ബന്ധപ്പെട്ടൊന്ന് വിവരിക്കാമോ? അതില് നമ്മൾ അതിൻ്റെ 2 തരത്തിലാണ് അതിൻ്റെ ക്രിയാപദ്ധതി ചിട്ടപ്പെടുത്തിയത്. അതിൻ്റെ പൂർവികമായിട്ടുള്ള കാര്യക്രമങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ്. നമ്മൾ വളരെ കൃത്യമായി നിശ്ചയിച്ചിരുന്ന ഒരു കാര്യം അവിടുത്തെ ക്രിയാപദ്ധതിയാണ്. അഭിനവ ബാലാനന്ദ ഭൈരവ സ്വാമിജിയാണ് അതിൻ്റെ സംയോജനം മുഴുവൻ നിർവഹിച്ചത്. ആ കാര്യക്രമം ആദ്യം അതിൻ്റെ പ്രായശ്ചിത്തം എന്നുള്ള നിലയിൽ, അതായത് പ്രായശ്ചിത്തം എന്ന് മാത്രമല്ല, കാരണം ദേവതായാനത്തിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ പിതൃയാനത്തിലൂടെ വേണം കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആദ്യഘട്ടം അത് ഒരുപാട് വീരന്മാരുടെ ഭൂമിയായിരുന്നു, തിരുനാവായിയും കേരളവും ഒക്കെ. അപ്പോൾ പണ്ഡിതർക്കും ജ്ഞാനികൾക്കും വീരന്മാർക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും വേണ്ട പിതൃലോകത്തിന് വേണ്ടിയിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ശ്മശാന പരിഹാരം തൊട്ടുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങളും വൈദിക ബലിയും കൗള ശ്രാദ്ധവും എല്ലാം ചേർന്നിട്ടാണ് അതിൻ്റെ ആദ്യഘട്ടത്തിലെ ക്രിയകൾ ഉണ്ടായത്. ആ ക്രിയകൾക്ക് ശേഷം ആ ക്രിയകൾ കാലചക്ര ബലിയോട് കൂടിയിട്ടാണ് സമാപിച്ചത്. അതിനുശേഷം ആണ് നമ്മൾ ദേവതായാനത്തിലേക്ക് കടന്ന് ആ ദേവതായാനം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ കൂടെ കടന്നു അവസാനം ഋഷി പൂജയിൽ, ഗുരു പൂജയിൽ, ഋഷിയാനത്തിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ആ ക്രിയാപദ്ധതിയെ ചിട്ടപ്പെടുത്തിയത്. അതിൽ കേരളത്തിലെ എല്ലാ പരമ്പരകളുടെയും, അതായത് തെക്കേയറ്റത്തുള്ള തിരുവനന്തപുരത്തെ കാണി പാരമ്പര്യത്തിലെ ആചാര്യന്മാർ തൊട്ട് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ മലയ പാരമ്പര്യത്തിലെ ആചാര്യന്മാർ വരെ ഒരേ ഗതിയിലിരുന്ന് ഈ അനുഷ്ഠാനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആചാര്യത്വം വഹിച്ച് ഇതിന് നേതൃത്വം നൽകുകയുണ്ടായി. പ്രായശ്ചിത്തങ്ങൾ സംഭവിച്ചു. അതിലെല്ലാ എല്ലാ പരമ്പരയുടെയും ഗുരു സാന്നിധ്യത്തെയും ദേവതാ സാന്നിധ്യത്തെയും നമസ്കരിച്ചുകൊണ്ടാണ് ഈ മാഘം അവിടെ നടന്നത്. ഇനി നമുക്ക് കുറച്ച് രാഷ്ട്രീയപരമായിട്ടൊക്കെ പോവാം പറ്റും, അതിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ ഏറ്റവും വലിയ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഇടമായിട്ടുള്ള ശബരിമല ഒരു വിഷയമായി വന്നിരിക്കുകയാണ്. മുന്നത്തെ ഇലക്ഷനിലായാലും ശരി, ഇപ്പോഴത്തെ ഇലക്ഷനിലായാലും ശരി, ശബരിമല ഒരു കണ്ടന്റ് ആണ്. ഇപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റുകളും മാർക്കറ്റിങ്ങും പരിപാടികളും എല്ലാ 3 രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. ശബരിമല എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴക്കപ്പെടുന്നതിനെ പറ്റി സ്വാമിയുടെ അഭിപ്രായം എന്താണ്? അതായത് ജനങ്ങൾ വല്ലാതെ കൂടിച്ചേരുന്ന, ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ഏത് കേന്ദ്രങ്ങളെയും ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ ശക്തികളും കൈയടക്കാനും ഇടപെടാനും സ്വാധീനിക്കാനും ഒക്കെ ശ്രമിക്കും. അതിന്റെ ഉദാഹരണം ഇപ്പൊ നാളെ മാഘം ഒരു വിഷയം മാറാം അല്ലേ? ഇലക്ഷന്റെ ഒരു കണ്ടന്റ് മാറാം. അതായത് ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ ആളുകളുടെ പിന്തുണയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ കൂട്ടിച്ചേർക്കുന്ന ഏത് കേന്ദ്രത്തിലും ഈ അധികാരത്തിന്റെ ശക്തികൾ ഇടപെടാനും സ്വാധീനിക്കാനും ഒക്കെ ശ്രമിക്കും. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദേവതാ സങ്കേതങ്ങൾ ഏത് യജ്ഞത്തിലും ആവശ്യമായിട്ടുള്ളത് യജമാനനാണ്. ഒരു ദേവതാ സങ്കേതത്തിനും ആവശ്യമായിട്ടുള്ളത് യജമാനനാണ്. പഴയ കാലത്ത് ഇതൊരു ഹിന്ദു രാജ്യമായിരുന്നത്, ഔദ്യോഗികമായി തന്നെ ഒരു ഹിന്ദു രാജ്യമായിരുന്നുകൊണ്ട് ഇന്നും ഹിന്ദു രാജ്യം തന്നെയാണ്. പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് ഔദ്യോഗികമായി തന്നെ ഹിന്ദു രാജ്യമായിരുന്നു. രാജാക്കന്മാർ ഹിന്ദു ധർമാധ്യക്ഷന്മാരുമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ അധികാരികളായിരുന്നു ക്ഷേത്രത്തിന്റെ യജമാനന്മാർ. ആ യജമാനന്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നിരുന്നത്. ആചാര്യഭരണം നടത്തുന്നത് തൊട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നത് യജമാനന്മാരാണ്. ഇന്ന് ദൗർഭാഗ്യകരമായ അന്തരീക്ഷം കേരളത്തിലെ ദേവതാ സങ്കേതങ്ങളിൽ യജമാനന്മാരില്ല എന്നുള്ളതാണ്. അതായത് തലയില്ലാത്ത ശരീരം പോലെയാണ്.
ആചാര്യഭരണം നടത്തുന്നതിന്, ഒരു ക്ഷേത്രത്തിൽ ആചാര്യഭരണം നടത്തുന്നതിന് ഒരു യജമാനനില്ല. ആരെ കൊണ്ടെങ്കിലും ഒക്കെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ തലയില്ലാത്ത ശരീരം പോലെയാണ് എല്ലാ ദേവതാ സങ്കേതങ്ങളും. അപ്പോൾ തലയില്ലാത്തൊരു ശരീരത്തിനുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ഇന്നത്തെ ദേവതാ സങ്കേതങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെയൊക്കെ പ്രതിഫലനം പലതരത്തിലുള്ള അസ്വസ്ഥതകളായിട്ട് ആ കേന്ദ്രത്തിനെ ചുറ്റിപ്പറ്റിയാണെങ്കിലും അതല്ലാതെ കൊണ്ട് തന്നെയാണെങ്കിലും സമാജത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഈ ദേവസ്വം ബോർഡുകളെ അല്ലെങ്കിൽ അതിൻ്റെ ഈ സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും അടുത്തൊരു ഉപചോദ്യമായിട്ട് തന്നെ പറയാം. അതായത് ഈ സർക്കാർ സംവിധാനങ്ങളെ പൊതുജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ദേവതാ ക്ഷേത്രങ്ങളെ വിട്ടുകൊടുക്കുക എന്നുള്ള ഇതിനെപ്പറ്റിയും ഒന്ന് പ്രതിപാദിച്ച് നന്നായിരുന്നു. തീർച്ചയായിട്ടും. അതായത് ഇവിടെ എല്ലാം ഈ രാജ്യം ഭരിക്കാൻ ഈ ദേശത്തെ ജനങ്ങൾക്ക് കഴിയും എന്നുണ്ടെങ്കിൽ ക്ഷേത്രം ഭരിക്കാൻ ഇവിടുത്തെ വിശ്വാസികൾക്ക് കഴിയില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നിങ്ങളുടെ ഇവിടുത്തെ ഒരുപാട് സഹകരണ ബാങ്കുകൾ, ആ ബാങ്കിൽ അംഗങ്ങളാണ് അതിൻ്റെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതും അതിനെ കൊണ്ട് നടക്കുന്നതും ഒക്കെ. ഏറ്റവും ചെറിയ വായനശാലകൾ തൊട്ട് എല്ലാം ചെയ്യുന്നത് അവിടുത്തെ അംഗങ്ങൾ, അതിൻ്റെ പ്രവർത്തകർ ചേർന്നിട്ടാണ്. ഇവിടെ ഈ ക്ഷേത്രങ്ങൾ മാത്രമാണ് രാഷ്ട്രീയക്കാർ തീരുമാനിക്കുന്ന നേതൃത്വം കൊണ്ട് നടക്കുന്നത്. അതായത് കേരളത്തിലെ നിയമസഭാ അംഗങ്ങളാണ് ഈ ദേവസ്വം ബോർഡ് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത്. ഏറ്റവും കഷ്ടകരമായിട്ടുള്ളൊരു സംഗതി, ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നെറ്റയിലൊരു ചന്ദനക്കുറിയോ ഭസ്മക്കുറിയോ തൊടുപോലും ചെയ്യാത്ത ആളുകളാണ് ഇതിന്റെ സ്ഥാനത്തിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ വന്നാൽ ഒന്ന് കൈകൂപ്പുക പോലും ചെയ്യാത്ത ആളുകളാണ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ ഏത് രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ പിന്തുടരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആചാര്യന്മാരായിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഇടത് രാഷ്ട്രീയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പറശ്ശിനി മടപ്പുരയിലെ മടയൻ, അദ്ദേഹം നിഷ്ഠയോട് കൂടിയിട്ട് ഈ പരമ്പരയെ പിന്തുടരുന്ന ആളുമാണ്. ഒരർത്ഥത്തിൽ ഇടത് ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുമാണ്. അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മലബാറിൽ ഇടത് രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് തെയ്യം അനുഷ്ഠാനത്തിന്റെ ആളുകളുണ്ട്. അപ്പൊ അവരെ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം വേറെ ഒന്നിനും കൊള്ളാത്ത രാഷ്ട്രീയക്കാര്, അതായത് ഏതെങ്കിലും തൊഴിലാളി സംഘടനയുടെ ഭാരവാഹിയായിരുന്ന ആള്, പാർട്ടിയുടെ ഭാരവാഹിയായിരുന്ന ആള്, ഇവരുടെയൊക്കെ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ഈ ദേവസ്വം ബോർഡ് സൗകര്യങ്ങൾ, അതിൻ്റെ കാറ്, അതിൻ്റെ മൊബൈല്, അതിൻ്റെ സൗകര്യങ്ങൾ, അതിൻ്റെ അധികാരം, ഇതൊക്കെ ഉപയോഗിക്കുന്നതിനുമായിട്ട് മാറ്റി തീർക്കുമ്പോഴാണ് ഇത് ഒരു അശ്ലീലമായിട്ട് മാറുന്നത്. ആ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അപ്പം അത് മാറി ഭക്തരുടെ ഇടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനം കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമാണ്. അതിൽ ഓരോ ക്ഷേത്രങ്ങൾക്കും ഇന്നുള്ള സംവിധാനങ്ങൾ കൂടാതെ ഒരു യജമാനൻ ഉണ്ടാകണം, ഒരു ആചാര്യൻ, ഒരു സന്യാസിയായിട്ടുള്ള ആചാര്യൻ ഉണ്ടാവണം. കേരളത്തിൽ നിന്നുള്ള ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും തന്നെ ഋഷീശ്വരന്മാരുടെ സങ്കല്പമാണ്. ഒന്നുകിൽ അവരുടെ സമാധി സ്ഥാനമാണ്, അല്ലെങ്കിൽ അവരുടെ തപസ്സുകൊണ്ട് അവർ പ്രതിഷ്ഠിച്ച് അവർ നിശ്ചയിച്ചതാണ്. ഇപ്പൊ ശങ്കരാചാര്യർ, വില്ലുമംഗലം സ്വാമിയാർ തുടങ്ങിയിട്ടുള്ള ആളുകൾ, പരശുരാമൻ തുടങ്ങിയിട്ടുള്ളവരൊക്കെ നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ ആചാര്യനായിട്ട് ഒരു സന്യാസി വേണം, അതില് അതിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളായിട്ടൊരു യജമാനൻ വേണം. അത് ഭക്തരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനവും അതിനാവശ്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാനുള്ളത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരുന്നല്ലോ, അവിശ്വാസികളായും ക്ഷേത്രാചാരങ്ങൾ പാലിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത്. ആ ഒരു വിധി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെയാണ് സ്വാമിയുടെ? ഒന്ന്, കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ കോടതികള് അവർക്ക് അറിയാത്തതും അവർക്ക് വൈദഗ്ധ്യമില്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ട്. അതുപോലൊരു വിഷയമാണ് ക്ഷേത്ര വിഷയം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ജഡ്ജിമാരും തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയിലൂടെയാണ് വന്നതുകൊണ്ട് സെമറ്റിക് മതത്തിലെ ദൈവമാണ് ക്ഷേത്രങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. സെമറ്റിക് മതത്തിലെ ദൈവമല്ല ക്ഷേത്രത്തിലുള്ളത്, ദേവതയാണ്. അതുകൊണ്ട് ഓരോ ദേവതയ്ക്കും ആ നിഷ്ഠയും ആചരണങ്ങളും ഒക്കെ വ്യത്യസ്തമാണ്. ഒരേ ദേവത അല്ലെങ്കിൽ ഒരു പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ പറയുമ്പോൾ വടക്കുംനാഥൻ ശിവനാണ്, എറണാകുളത്തപ്പൻ ശിവനാണ്, ഏറ്റുമാനൂരപ്പൻ ശിവനാണ്, വൈക്കത്തപ്പൻ ശിവനാണെന്ന് പറയാം. എന്നാൽ നാല് മൂർത്തികളാണ്, 4 കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, 4 നിയമങ്ങളാണ്, 4 അനുഷ്ഠാനങ്ങളാണ്. ഇത്രയും വ്യത്യസ്തത ഇതിനുണ്ട്. ഓരോ സ്ഥലത്തും ആര് വരണം, ആര് വരരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എപ്പോൾ വരണം, എപ്പോൾ വരരുത്, ഇതിനെല്ലാം നിയമങ്ങൾ മാറും.
കാരണം അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള എനർജി കേന്ദ്രങ്ങളാണ്. അപ്പോൾ ലേബർ റൂമിലെ നിയമമല്ല ആറ്റോമിക് റിയാക്ടറിൽ വേണ്ടത്, ആറ്റോമിക് റിയാക്ടറിലെ നിയമമല്ല മറ്റൊരു സ്ഥലത്ത് വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ ഓരോ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പം തന്ത്രത്തിൽ വൈദഗ്ധ്യമുള്ളവർ വേണം ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള അഭിപ്രായങ്ങൾ പറയാൻ. ദൗർഭാഗ്യവശാൽ നമ്മുടെ സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ജില്ലാ കോടതിയുടെയോ ഒന്നും ജഡ്ജിമാരിൽ ആ വൈദഗ്ധ്യമുള്ള ആളുകൾ ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല. അപ്പം അവർ സാമാന്യമായിട്ടുള്ള ചില കാര്യങ്ങളിൽ സാമാന്യമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറയുന്നു. ആ അഭിപ്രായങ്ങളിൽ കാതലായിട്ടുള്ള ഇങ്ങനൊരു പ്രശ്നം പല ജഡ്ജ്മെന്റുകളിലും അവരുടെ പല അഭിപ്രായ പ്രകടനങ്ങളിലും ഉണ്ട്. പക്ഷെ ഈ അങ്ങ് സൂചിപ്പിച്ച കാര്യം സാമാന്യ യുക്തി കൊണ്ട് തന്നെ ഇത്തിരി ബോധമുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അവിശ്വാസിയായിരുന്ന ഒരു ഘട്ടത്തിൽ ആണ് ആശ്രമങ്ങളിൽ ചെല്ലുന്നത്. പക്ഷെ ആശ്രമങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ മര്യാദകൾ പാലിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. ഞാൻ അവിടെ ചെല്ലുന്നിരിക്കുന്ന സമയത്തോടത്തോളം അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല. അപ്പം അതുപോലെ നമ്മൾ അധികാരം കൊണ്ടോ മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടോ ആണെങ്കിലും ഒരു ക്ഷേത്രത്തിലെത്തിയാൽ, ഒരു ദേവതാ സങ്കേതത്തിലെത്തിയാൽ, ഒരു ആശ്രമത്തിലെത്തിയാൽ ഒക്കെ അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ ആചാരങ്ങൾ അനുസരിക്കണം. നമുക്കിനി കുറച്ച് ജിയോ പൊളിറ്റിക്സുമായിട്ട് സംസാരിക്കുന്നത് കുഴപ്പമില്ലല്ലോ. വേറെ ഒന്നുമില്ല, ഇന്നത്തെ ഈ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇറാൻ അമേരിക്ക യുദ്ധങ്ങൾ, അതിൽ എല്ലാ മാർക്കറ്റ് ക്യാപ്റ്റൻ അദ്ദേഹം പറയേണ്ട ഒരു എനർജി ഷിഫ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം മുഴുവൻ. ഇപ്പോൾ ഒരു ഭാരതം ഒരു വിശ്വഗുരു അല്ലെങ്കിൽ ഒരു പവർ ഇതിലേക്ക് മാറി വരികയാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സ്വാമിയുടെ കാഴ്ചപ്പാടിലൂടെ പറയാൻ പറ്റുക? അതായത് പൗരാണികമായിട്ടുള്ള ഭാരതം, ഞാൻ നേരത്തെ പറഞ്ഞു, അധികാരം കൊണ്ട്, അധികാരം എന്നുള്ള നേതൃശേഷി കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അറിവ് കൊണ്ട്, സമൃദ്ധി കൊണ്ട് ഒക്കെ ലോകത്തിന്റെ മുൻനിരയിലായിരുന്നു. ഇവിടുത്തെ സമ്പത്ത് കണ്ടിട്ടാണ് ഈ ആക്രമികൾ മുഴുവൻ ഇങ്ങോട്ട് ഇസ്ലാമിസ്റ്റുകളും ഇവാഞ്ചലിസ്റ്റുകളും ഒക്കെ കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിനെ അങ്ങനെ കൊള്ളയടിച്ചു കൊണ്ടുപോയി താൽക്കാലികമായിട്ടുള്ളൊരു ക്ഷീണം ഇവിടെ ഉണ്ടാക്കാൻ നിശ്ചയിച്ചു. പക്ഷെ ഭാരതത്തിലെമ്പാടും ഇന്നും ലക്ഷക്കണക്കിന് തപസ്വികളായിട്ടുള്ള മഹാത്മാക്കളുണ്ട്. അവരവരുടെ സാധന നിരന്തരമായി തുറന്നു പോരുന്നുണ്ട്. അപ്പോൾ ചില കാലങ്ങളിൽ ധർമ്മത്തിൽ നിന്ന് ച്യുതി ഈ ധർമ്മത്തിനെ രക്ഷിക്കേണ്ടവർക്ക്, അതായത് അധികാരസ്ഥാനത്തിരിക്കുന്ന നേതൃത്വം വഹിക്കുന്ന ആളുകൾക്ക് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം ആ ദേശം, ആ ജനത അനുഭവിക്കേണ്ടി വരും. അതായത് ലോകഗതിക്ക് സന്യാസി എതിരല്ല എന്ന് പറയും സാമാന്യമായിട്ട്. അപ്പോൾ നിങ്ങളിൽ നിന്ന് ധർമ്മത്തിന്റെ ച്യുതി സംഭവിച്ചാൽ അതിൻ്റെ ദുരന്തവും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒരു ക്ഷീണം ഭാരതത്തിൽ സംഭവിച്ചു. പക്ഷെ ആ കാലം കഴിഞ്ഞ് ഈ അനുസ്യൂതം തുടർന്ന തപസ്സിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഭാരതം അതിൻ്റെ പൗരാണികമായിട്ടുള്ള പ്രൗഢിയെ വീണ്ടെടുക്കുകയാണ്. ചെറിയൊരു രസകരമായിട്ടുള്ള കാര്യം ചിന്തിച്ചാൽ, നമ്മൾ ഏറ്റവും വലിയ ടെക് കമ്പനികൾ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, മൈക്രോസോഫ്റ്റ്, ആപ്പിള്, അങ്ങനെയുള്ള. അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട 3 കമ്പനികളുടെ തലപ്പത്തുള്ള ആളുകളുടെ പേരുകൾ നമ്മളൊന്ന് ചേർത്ത് വായിച്ചാൽ സത്യം, ശിവം, സുന്ദരം എന്ന് കാണാം. സത്യനാഥല്ല, ശിവൻ നാടാര്, സുന്ദർ പിച്ചൈ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല വിദേശ രാജ്യങ്ങളിലെയും അധികാര സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കമ്പനികളുടെ, ഇപ്പോൾ ഫെഡെക്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനി ഒരു മലയാളിയാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഈ ഭാരതത്തിൽ നിന്നുള്ള, ഭാരതം അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ന് ഇന്ത്യക്കാരൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും നമ്മൾ സാമാജിക വ്യക്തികൾ എന്നുള്ള നിലയിലും രാഷ്ട്രം എന്നുള്ള നിലയിലും ഈ ലോകത്തിൻ്റെ ഒരു നിർണായക സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.